ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അമ്മേ കാര്യ ചിരിപ്പിക്കുന്നില്ല നിങ്ങള് മനഃപൂർവ്വം. അപ്പൊ നമ്മൾ ഇന്ന് ചാനലില് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നത്. അധികം എനിക്ക് പരിചയമില്ലാത്ത ഒരു ഏരിയ ആണ് ഈ കുക്കിംഗ്. എൻ്റെ അടുത്ത് ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുക്കിംഗ് വീഡിയോ ഇട്ടൂടെ. സത്യമായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ് ഇത്. താല്പര്യമാണ്, എന്നാലും മേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാണ്. റെസിപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കോമൺ ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും വലിയ എന്തോ റെസിപ്പിയാന്ന്. അതൊന്നല്ല. നമ്മളില്ലേ വെറൈറ്റി ആയിട്ട് എങ്ങനെ മുട്ട മുട്ട ഓംപ്ലേറ്റ് എങ്ങനെ ആക്കുന്നത് നമ്മൾ നോക്കുന്നതാണ്. വെറൈറ്റി മീൻസ് എനിക്കില്ലേ സാധാരണ നമ്മൾ ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ അടിച്ചൊടിച്ചിട്ട് ഈ ഒരു സാവിന്റെ ചിരിയും ഒക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ അതെല്ലാം ഉടച്ചിട്ട് നമ്മൾ ദോശക്കല്ലിൽ പോരുന്നതാണ് സാധാരണ. പക്ഷെ അതിൽ നിന്ന് നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് എൻ്റെ മൂത്തയാക്കി തന്നെ, അതായത് അമ്മേൻ്റെ ചേച്ചി. അതിനുശേഷം ഞാൻ അത് കഴിച്ചിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ആംപ്ലേറ്റ് ആക്കാം. കറിയൊക്കെ ആയി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആക്കാൻ തോന്നും. അപ്പൊ എനിക്ക് അതൊന്ന് തിന്നാനുള്ള ആ ഒരു പൂതി, ഈ കർക്കിടകത്തിൽ വിശപ്പധികമായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ആ ഒരു വെറൈറ്റി ആയിട്ട് ആംപ്ലേറ്റ് കഴിക്കാൻ ഒരു പൂതി. ആവോന്നൊന്നും അറിയില്ല, പട്ട ഫ്ലോപ്പ് ആവുമെന്ന് അറിയില്ല. എന്നാലും ഈ ഒരു രീതിയിൽ ഓംപ്ലേറ്റ് ആക്കും ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പൊ വീഡിയോ എൻഡ് വരെ കണ്ടാലേ നിങ്ങൾക്കും ആ ഒരു ട്രിക്ക് മനസ്സിലാവേ. അപ്പൊ നമുക്ക് അതില്ല, ഞാൻ ഉള്ളി കട്ട് ചെയ്തതിന് ശേഷമാണ് വീഡിയോ എടുത്താലോ എന്ന് ചിന്തിച്ചത്. എന്തായാലും ഞാൻ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര പോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട, പക്ഷെ ഒരാൾക്കുള്ളതല്ല ആക്കുന്നത്. നമ്മള് 3 ആൾക്കുള്ളതാണ് ആക്കുന്നത്. സോ എന്തായാലും ഒരുപാട് വേണ്ടേ. അപ്പോൾ ഉള്ളിയാണ് മെയിൻ കേട്ടോ. അതെല്ലാവർക്കും അറിയാമല്ലേ. ഞാൻ വലിയ റെസിപ്പിയാന്ന് പറയാൻ പോകുന്നതെന്ന് വിചാരിച്ച ആൾക്കാരുണ്ടാവും. പക്ഷെ എല്ലാം അതായത് ഈ ഒരു വെറൈറ്റി, എന്തിലും വെറൈറ്റി ആണല്ലോ എല്ലാവർക്കും ഇമ്പോർട്ടൻസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വെച്ചത് ചെയ്യാം. അപ്പോൾ ആംപ്ലേറ്റ് ആക്കി കാണാം. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് എന്തായാലും കോഴിമുട്ടയല്ലേ. അപ്പൊ എടുക്കട്ടെ. നാടൻ മുട്ടയൊന്നുമല്ല, അയ്യോ സാധാരണ എഗ്ഗാണ്. വെറൈറ്റി ഇതിനകത്ത് ഉണ്ടോന്ന് നിങ്ങളാ തീരുമാനിക്കട്ടെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നോറാക്കി തന്നിട്ട്. എല്ലാരും ഒന്നും അറിയാം ഉടച്ചു കുറഞ്ഞിട്ട് പോരല്ല. പക്ഷെ ഇത് അങ്ങനെയല്ല, ഒരു ട്രിക്ക് ഉണ്ട്, നിങ്ങൾ കണ്ടോളി. ഞാൻ എടുത്തിട്ട് വരുന്നേ. എന്താ വേണ്ടതെന്നല്ല, ഞാൻ പാനെല്ലാം എടുത്തിട്ട്, പാനല്ല ഒരു സംഭവം, തവി എടുത്തിട്ട് അടുപ്പത്ത് വെക്കട്ടെ. കിച്ചൺ ക്ലീനിങ് ഞാനാണ്, പക്ഷെ അതെനിക്ക് പറ്റിയില്ല. സാവിന് ഓർക്കാൻ പോയിട്ട് അമ്മ കിച്ചനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. സോ എന്തായാലും ഇതെന്തായാലും ആക്കിയിട്ട് നമുക്ക് ക്ലീനിങ്ങും ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു സ്ഥലത്ത് കൂടി പോകാനുണ്ട് ആഫ്റ്റർനൂൺ. സോ നമുക്ക് ആദ്യം നമ്മുടെ ലക്ഷ്യം എന്താണോ അത് ചെയ്തിട്ട് ബാക്കി പണി ചെയ്യാം. അപ്പോൾ വാ. നമ്മുടെ ചപ്പാത്തി ആക്കിയ സ്ഥലത്ത് തന്നെയാണ് ലൈറ്റ് ഇടട്ടെ. ലൈറ്റ് ഭയങ്കര ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഗ്ലോയിങ് ആയിട്ടിരുന്നു. അപ്പൊ അടുപ്പത്ത് വെക്കട്ടെ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. സാധനം ഞാൻ എടുത്തിട്ട് വന്നിട്ടില്ല, എല്ലൊന്നും ആയിട്ടില്ല. ആകെ ഉള്ളി മാത്രമേ മുറിച്ചിട്ടുള്ളൂ. എനിക്ക് മുളക് ഇഷ്ടമല്ല, അതായത് പച്ചമുളക് ഇഷ്ടമല്ല. സോ ഞാൻ കുരുമുളക് ഇടല്. ഇവർക്കാരും ഞാൻ പച്ചമുളക് കൊടുക്കാറില്ല. അപ്പോൾ എടുത്തിട്ട് വരട്ടെ. ഇതിലേക്കെല്ലാം എന്താ ആക്കാൻ പോകുന്നത് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. സംഭവം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ട്രിക്ക്. നമുക്ക് നോക്കാം. ഞാനിത് വാഷ് ചെയ്യട്ടെ. അതായത് നമ്മുടെ വീട്ടിലൊരു കൽത്തപ്പല്ല വെള്ളയപ്പം ചുടുന്ന ചട്ടിയാണ്. കിച്ചൺ ക്ലീനിങ് അല്ല, അപ്പോൾ അത് മൈൻഡാക്കണ്ട കേട്ടോ. എന്തായാലും ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്യൂട്ടിയാണ്. കുറച്ച് വൈകിട്ട് ചെയ്യാന്ന് വെച്ചു. അപ്പം ഇതാക്കിയിട്ട് എന്തായാലും ചെയ്യാം നമുക്ക്. അപ്പൊ അത് ചൂടാവട്ടെ. ഇത് ഞാൻ ഉള്ളി പാർട്ടീഷൻ ചെയ്യട്ടെ. നമ്മൾ നാലാക്ക് വേണ്ടേ. ഉള്ളി പാർട്ടീഷൻ ചെയ്യട്ടെ. നിങ്ങൾ കാണുന്നില്ല, എനിക്ക് ട്രൈപോഡ് സെറ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേ അവസ്ഥയാണല്ലേ.
മൂന്നാക്കി വേണ്ടു. പാറ് ഉള്ളിന്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ ഞാൻ എടുത്തതാ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് വെച്ചിട്ട്. എന്തായാലും ഗ്ലാസ് വേണം, ഗ്ലാസ് എന്തായാലും വേണം, അടിച്ചു പോരണ്ടേ. അപ്പൊ ഞാൻ ഈ സ്റ്റാൻഡ് ഒന്ന് കുറച്ച് ഇതാക്കട്ടെ. കാണാമോ തവി? ഇവിടെ ചൂടാക്കാൻ പറ്റില്ല കേട്ടോ. ഇത് തേച്ച് ഞാൻ തന്നതല്ല, ഇവിടുത്തെ എല്ലാവരും കൂടി തന്നതാ. ഞാൻ പറഞ്ഞ കിച്ചൺ ക്ലീനിങ് അല്ല, കിച്ചൺ ക്ലീൻ അല്ല, കിട്ടി കഴിഞ്ഞിട്ട് വേണം കിച്ചൺ ക്ലീൻ ആക്കാൻ വേണ്ടി കേട്ടോ. ഗായ്സ് പുറത്ത് നല്ല മഴയാണ്, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? അമ്മപ്പ ചൂടായി വരുമ്പോൾ നമ്മുടെ മുട്ടാൻ പ്ലേറ്റ് ആക്കാൻ പോകുന്നത് എന്തൊരു ഇൻട്രോ ആണല്ലേ, ദുരന്തം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഒരു വെറൈറ്റി ഉണ്ട്, ശ്രദ്ധിക്കൂ. ഇവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കും കേട്ടോ. ഈ ഒരു സൈഡെല്ലാം കുക്കിംഗ് മ്യൂസിക് നമ്മളെ ബോറടിപ്പിക്കുക. സാധാരണ എങ്ങനെ ചൂടായിട്ടില്ല. ഞാൻ ഈ തവി എന്ന് പറഞ്ഞ വാക്കില്ലേ പഠിച്ചു തരുന്നറിയാം, യൂട്യൂബിൽ തന്നെയാണ്. അതായത് ചില നാട്ടിൽ തവീന്നാ, ഇതിനൊക്കെ ആകുമ്പോൾ തവീന്ന് പറയാൻ എനിക്കറിയില്ല, ഞാൻ അതുകൊണ്ട് തവീന്ന് പറഞ്ഞത്. നമ്മളിവിടെ ചീനച്ചട്ടി, അതായത് വെള്ളയപ്പം ഇതിനകത്ത് പോരുക, പിന്നെ വറവ് വേണ്ടെങ്കിലും ആക്കും. ചൂടാവുന്നപ്പം കുറച്ച് കൂട്ടാം. ഓക്കെ, നമ്മൾ ഇതെടുത്തിട്ടില്ല, കോരി എടുത്തിട്ടില്ല, കോരി എടുത്തിട്ട് വരട്ടാം. അപ്പൊ ഞാൻ പ്ലേറ്റും പിന്നെ അതായത് അങ്ങനെയൊക്കെ പറയും കേട്ടാ. സ്പൂൺ ഇത് തട്ടോ, പക്ഷെ ഇത് കുറച്ച് നല്ല എളുപ്പം. ഇങ്ങനെ ആക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചാല് അങ്ങനെ ആക്കി ഇടും, അതൊരു വെറൈറ്റി ആണ് കേട്ടാ. ഫസ്റ്റ് നമ്മൾ എണ്ണ കോരുന്നു, ശ്രദ്ധിച്ചോ. ചീനച്ചട്ടി കാഞ്ഞിട്ടാ അധികം പറഞ്ഞേ. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളില് ഇടുന്നു, നന്നായി വഴറ്റി കൊടുക്കാം. ഏത് പാകത്തിലാകണമെന്ന് ഞാൻ പറഞ്ഞുതരാം, അപ്പൊ ഒരു ഇതൊന്നും പറയാം കേട്ടോ. എനിക്ക് ഇതുപോലെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ അപ്പത്തേക്ക് എനിക്ക് കട്ട് ചെയ്തിട്ട് വെക്കാലോ. എടുക്കാമോ? ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇത് വഴറ്റി വരുന്നത് ഭയങ്കര ടേസ്റ്റാ. നമ്മള് സാധാരണ എല്ലാം ഇതിന്റെ ഇട്ടിട്ട് പിന്നെ സാധാരണ അതാണ് ഈ ദോശക്കല്ലിൽ പോലെ തന്നെ മുട്ടാമ്പലേക്ക്, പക്ഷെ നമ്മളിപ്പോ വാട്ടിയിട്ട് ചെയ്യുന്നത് ചെയ്ത് നോക്കും, അടിപൊളി ടേസ്റ്റാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റൂട്ട് അതാണ്. നേരെ ഉപ്പിട്ട് വെക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു മണം ഈ ഒരു രീതിയിൽ ഇതായാൽ മതി കേട്ടോ, വഴറ്റിയാൽ മതി. ഇതിലേക്കാണ് നമ്മൾ മുട്ട പോരാൻ പോകുന്നത്. എണ്ണയുണ്ട്, നല്ലോണം വാടിയ ഉള്ളിയാണ്, ഭയങ്കര ടേസ്റ്റാ ഗൈസ്. ഞാൻ മുട്ട പോരാൻ പോകുന്നത്. മുട്ട പോന്നു, എന്നിട്ട് ജസ്റ്റ് നമ്മൾ വെള്ളയപ്പം ചുറ്റുന്ന പോലെ ഇങ്ങനെ വഴറ്റി വെക്കാം. കാണാൻ ലാഭമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആയിട്ടുണ്ട്, ഇനി കുറച്ച് ആകുന്ന കഴിക്കാം. പിന്നെ നമുക്ക് കുരുമുളകും പിന്നെ വേറെ ഒന്നും ഇടണ്ടല്ലോ, കുരുമുളക് ഇട്ടോക്കാം. എരിഞ്ഞിട്ടുള്ളതായിരിക്കും. ആ മറ്റേ വഴറ്റിയതിന്റെ ആ ഒരു മണമല്ലോ അത് വന്നിട്ടാ. ഇനി നിങ്ങൾക്ക് കാണണല്ലോ, പക്ഷെ ഞാൻ ദൂരെ വെക്കുന്ന ഇനിയെല്ലാം റിപ്പീറ്റ് സാധനമല്ലേ, മൂന്നെണ്ണം ആക്കണ്ടേ. നമ്മുടെ എടുക്കണ്ടേ ആയി ഏകദേശം. നല്ലോണം മുട്ടടിക്കുന്നത് നല്ലോണം ആകാൻ പറ്റുന്നത്. ഇതിന്റെ പേസ്റ്റ് അങ്ങനെ പോകും. കണ്ട റൗണ്ട് ഒന്നും വരില്ല, കാരണം അത് അങ്ങനെയാണല്ലോ സാധനം ഉള്ളത്. തട്ടി ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. അതേ ടേസ്റ്റ് കഴിയും, പക്ഷെ ഞാൻ പറഞ്ഞില്ല കാണാൻ രസമൊന്നും ഉണ്ടാവില്ല,
അടുത്തത് റൗണ്ട് കിട്ടോ നോക്കട്ടെ. അച്ഛനെങ്കിലും റൗണ്ടിൽ കൊടുക്കണം. എനിക്ക് അങ്ങനെ എന്താ പ്രശ്നമില്ല. അപ്പൊ നെക്സ്റ്റ് പോലട്ടെ. ഒന്ന് ഫ്ലോപ്പായി. ഫ്ലോപ്പായി മീൻസ് ടേസ്റ്റ് ഫ്ലോപ്പ് ആയിട്ടില്ല, റൗണ്ട് ഫ്ലോപ്പ് ആയി പോയി. സെയിം റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അത് ഞാൻ അടുത്തത് ഞാൻ റൗണ്ട് കിട്ടുമോ നോക്കാം. ഇതെല്ലാം കാര്യം ചെയ്യാൻ അറിയില്ല ഞാൻ. നിങ്ങൾ കോലം കണ്ടിട്ട് ശരിക്കും ഇതാണോ മുട്ടാമ്പിലേക്ക്. പക്ഷെ ഒരു ഗസ്റ്റനം വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആക്കണമെങ്കിൽ മറ്റേ പോലെ തന്നെ ആക്കുന്നത് നല്ലത്. പക്ഷെ കുറച്ച് ടേസ്റ്റ് ആണെങ്കിൽ ഇതുപോലെ അടിപൊളി. ഇതാന്ന് പറഞ്ഞാൽ മുട്ടയെല്ലാം ഹാഫ് വേവായിട്ടെടുക്കുന്നത്. അന്ന് ശരിയായി കരിച്ചെടുക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. സത്യത്തിൽ ഇത് ആദ്യമായിട്ട് എനിക്ക് മൂട്ടയാക്കി തരുമ്പോൾ ഭയങ്കര ഇഷ്ടമായി. മൂത്തൊക്കെ നല്ല റൗണ്ടിൽ കിട്ടിയില്ലേ. പക്ഷെ എനിക്ക് സത്യം റൗണ്ട് കിട്ടിയിട്ടില്ല. ഇത് ഒന്നാമത് ചെറിയ മുട്ട. പിന്നെ എന്നെ പൊട്ടിച്ചിട്ടാണല്ലോ തോന്നണ്ടേ. അതുകൊണ്ട് നോക്കി ആശ്വസിക്കാം. പക്ഷെ അത് ഹാഫ് പോലെ അധികം കുറച്ചും കൂടി അത് ആകാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവുകയാണ്. നോക്കാം നെക്സ്റ്റ് ടൈം ഉണ്ടാവും. നമ്മുടെ രണ്ടാമത്തെ അപ്പം കണ്ടോ. അപ്പല്ല, അപ്പായി ഇപ്പൊ. രണ്ടാമത്തേതാ മുട്ട ആംപ്ലേറ്റ്. ഇതുപോലെ വട്ടത്തിൽ അപ്പമില്ലേ, നമ്മുടെ പാലപ്പെല്ലാം പോറുന്ന പോലെ അല്ലെ, പത്തല് വെള്ളയപ്പോ അതുപോലെ വരും കണ്ടോ. ഇതുപോലെ ഹാഫ് ബോയിൽ ആയിട്ട് തിന്നാനാണ് എനിക്ക് ഇഷ്ടം. സോ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ആക്കിയത്. ആ കുണ്ടുള്ള ചട്ടിയിൽ പോറുന്നോണ്ടാണ് ഈ വക്കെല്ലാം, അതായത് ഈ ഒരു മുട്ട ആംപ്ലേറ്റിന്റെ വക്കെല്ലാം ഇതുപോലെ. പിന്നെ ഇതുപോലെ എഫേർട്ട് എടുത്തിട്ട് ആരും ആക്കൂല. അതായത് ഇത് കുറച്ച് പണിയാണല്ലോ. ഇപ്പൊ ഈ ചെയ്ത പിന്നെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വലിയ ചക്ക പറിക്കുന്ന പോലത്തെ വലിയ ഹൈയസ്റ്റ് ട്രിക്ക് ഒന്നല്ല. പക്ഷെ ഇങ്ങനെ ആക്കി നോക്കി ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്ക് ഒരു ചില ആൾക്കാർക്ക് നല്ലോണം വെന്തിട്ട് തിന്നുന്ന ഇഷ്ടം, ഒരു ചില ആൾക്കാർക്ക് ഹാഫ് ബോയിലാണ് ഇഷ്ടം. എനിക്ക് ചോറായാലും എന്തായാലും ഹാഫ് ബോയിൽ തിന്നാനാണ് ഭയങ്കര ഇഷ്ടം. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. അത് ഒരു പിന്നെ പരുവത്തിൽ കിട്ടി. അത് നമുക്ക് അച്ഛനെ കൊടുക്കാം. പൊട്ടിയത് ഞാൻ തിന്നോളും. ഓക്കെ, നമ്മള് നല്ലത് നല്ല മീൻസ് നല്ല ഒരു സംഭവം മതി, പറയുന്നില്ല. അതായത് അച്ഛന് നല്ലത് കൊടുക്കാം, പൊട്ടിയത് നമുക്ക് എടുക്കാം. അപ്പൊ മൂന്നാമത്തത് ആക്കാൻ പോകുന്നത് അത് അമ്മക്കും പൊട്ടിയാൽ വലിയ പ്രശ്നമൊന്നുമില്ല. സോ ഇപ്പൊ ഇങ്ങനെ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ശരിക്കും ഇതിലെല്ലാം വലിയ ട്രിക്കുണ്ട് ഒന്നുമില്ല. ജസ്റ്റ് ഒരു വാട്ടിയിട്ട് സംഭവം ആക്കുന്നതാണ്. പക്ഷെ ടേസ്റ്റിയാണ്. അതാണ് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് മഴ ആണ്. ആ ഒരു ഷീറ്റിൽ വീഴുന്ന സൗണ്ടാണ്. എത്രമാത്രം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഗൈസ്. കേൾക്കുന്നില്ലേ ഞാൻ വോയിസ് ഓവർ ചെയ്യും കേട്ടോ ഇതില്. ഞാൻ മൂന്നാമത്തേത് ഒന്ന് ആക്കിയിട്ട് വരാം. നമുക്ക് മൂന്നാമത്തത് അടിപൊളിയായിട്ടാണ് കിട്ടി. സത്യത്തിലില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഫസ്റ്റത്തത് ഫ്ലോപ്പ് ആയി പോയെന്ന് വെച്ചാൽ ഞാൻ വേഗം എടുത്ത്. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്രയും വേവുണ്ട്. ഞാൻ വേഗം മുട്ട മീൻസ് എനിക്ക് ലൂസായിട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ തന്നെ ലൂസായിട്ട് കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. സോ ഞാൻ അതുപോലെ ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. പിന്നെ രണ്ടെടുത്തതും മീഡിയവും ഒന്ന് അമ്മക്ക് നല്ലോണം ആവണം എന്ന് പറഞ്ഞു. സോ ഞാൻ അത് കുറേ ആകാൻ വെച്ചു. അപ്പൊ റെഡിക്ക് ഞാൻ കാണിച്ചു തരാം അതിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാവാന്ന്. നമ്മൾ ഒരു എന്താ പറയുക കൊണ്ടുള്ള ചീനിച്ചട്ടിയിൽ പോർന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു തടിയ പോലെ കിട്ടുക. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഈ ഉള്ളിന്റെ വാട്ടിയ ടേസ്റ്റ് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. കഴിച്ചു നോക്കിയിട്ട് തന്നെ പറയണം അത് അതിന്റെ ടേസ്റ്റ്. അപ്പൊ നിങ്ങൾ ആക്കി നോക്കിക്കോട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം കേട്ടോ. അത് കുരുമുളകിന്റെ കപ്പാണ് കേട്ടോ. ഈ ഒരു ടൈപ്പിലാണ് ഉണ്ടാവുക. അതായത് കുറച്ച് ഹാർഡായിട്ട്. നമ്മൾ സാധാരണ മുട്ട ആംപ്ലേറ്റ് ഇങ്ങനെ എല്ലാം ഉണ്ടാവുക. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ വാട്ടിയിട്ട് കിട്ടുകൊണ്ടാണ് ഈ ഒരു കരിഞ്ഞ പോലെ. അതായത് ഇത് സംഭവം കണ്ട, അതായത് ഉള്ളിന്റെ വാടലാണ് അത് കാണുന്നത് കേട്ടോ. ഇതാ കുറച്ച് ഹാർഡായിട്ട് ഉള്ളത്. നമുക്ക് കുറച്ച് ആവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആക്കിയതാണ് കേട്ടോ. അപ്പൊ നമ്മളെ ഈ ഒരു പത്തല് വെള്ളയപ്പം അതിന്റെ മോഡലിൽ നമുക്ക് മുട്ട ആംപ്ലേറ്റ് കിട്ടും. ഇങ്ങനെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആണ്. ആക്കി നോക്കി ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പറയാൻ പറ്റും. ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമില്ലാണെന്ന് തോന്നും, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് ഗൈസ്. ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പൊ മുട്ട ആംപ്ലേറ്റ് കണ്ട സ്ഥിതിക്ക് എനിക്ക് ചോറ് തിന്നാൻ വേണ്ടിട്ട് ഭയങ്കര വിശപ്പ് വന്നു. സോ ഞാൻ ചോറ് വിളമ്പിച്ചിട്ടുണ്ട്. എന്തെല്ലാം സ്പെഷ്യൽ ഇത് കാണണ്ടേ, കാണിച്ചു തരാം. അപ്പൊ നമ്മള് ഒരു പ്ലേറ്റ് നിറച്ചും ചോറ് എടുത്തില്ലെന്ന് വെച്ചാൽ എന്റെ ഒരു ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ചോറ് എടുത്തതിൽ. ഇത്രയും എടുക്കൂല, വറവാണ് കൂടുതൽ എടുക്കുന്നത് കേട്ടോ. ഇതാ മത്തി കറി,
നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പറയുകയും ചോദിക്കുക. അമ്മ മത്തിക്കെന്താ പറയാ? അമ്മേ മത്തിക്കെന്താ പറയാ? ആ ചാള, ചാളക്കറിയും നമുക്കിടെ മത്തിക്കറി. പിന്നെ ബീൻസ് വറവല്ലേ, ബീൻസ് വറവ്. പിന്നെ ഞാനാക്കിയ ഫ്ലോപ്പ് മുട്ട ആംപ്ലേറ്റ്. പിന്നെ എന്റെ ഫേവറേറ്റ് മാങ്ങാച്ചാറ്. മാങ്ങാച്ചാറുണ്ടെങ്കിൽ അടിപൊളി കഴിച്ച് എനിക്ക് വേറെ ഒന്നും വേണ്ടെന്നാ. സത്യത്തിൽ ഫ്ലോപ്പായ ആംപ്ലേറ്റ് ഞാൻ എടുത്തു, ബാക്കി ബെറ്റർ ആയ ആംപ്ലേറ്റ് ഇത് അച്ഛനും അത് അമ്മക്കും വെച്ചു. അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ വേണ്ടത്. നമ്മൾ ആക്കിയത് നമ്മൾ എന്തെങ്കിലും ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് റൗണ്ട് വരാത്തത് ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാം. ഇത് അവയ്ക്ക് ഉണ്ടാക്കി ഞാൻ ആക്കിയതാ കേട്ടോ. അപ്പോൾ കഴിക്കാം ഗൈസ്. സമയം നോക്കിയോ, അതാ കാണുന്നില്ലേ, 2:10 ഗൈസ്. അപ്പൊ പുറം കാഴ്ച സാവി ഇരുന്ന് ചോറ് തിന്നുന്നതാണ്. അമ്മ ഇതാ സാവിക്ക് ഫുഡ് കൊടുക്കുന്നു. എങ്ങനെയല്ലോ ആണ് ഒരിക്കൽ അവൻ വാങ്ങുന്നത്. ഇതാ അമ്മ ഇങ്ങനെ കാറ്റിനോടും അല്ല എന്താ പറയാ കാക്കയോടും എന്താ പറയാ വെള്ളം നിറഞ്ഞ സംഭവത്തോടെല്ലാം അവൻ എന്നെ കണ്ടിട്ടാ എല്ലാരോടും വർത്തമാനം പറഞ്ഞു കൊടുത്താലേ അവൻ തിന്നു ഗൈസ്. ഇതാ പൂമ്പാറ്റേതാടാ, പൂമ്പാറ്റ പോന്നാ മോനെ. എടാ വിളിക്കരുന്ന് ഒരുപാട് ആള് പറഞ്ഞു. ഞാൻ എടാൻ തന്നെ വിളിച്ചു വന്നു ഗൈസ് ഇവനെ. വേഗം തിന്നി, ഒന്നും തിന്നൂല്ല. അപ്പോ നമുക്ക് കഴിക്കാം. പിന്നെ അമ്മ അവന് കൊടുത്തിട്ട് കഴിക്കാം. അത് ഏതെങ്കിലും ഒരാൾക്ക് കഴിക്കലേ നടക്കൂ. ഏതായാലും ഞാൻ കഴിക്കാം ഗൈസ്. എന്തായാലും അവൻ ഏതെങ്കിലും ഒരാൾ അവനെ പിടിക്കണം, അവൻ ഉറങ്ങുമൊന്നുമില്ല. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. എൻ്റെ ആ മറ്റേ ആംപ്ലേറ്റ് പൊത്തി വെച്ച് എൻ്റെ സ്പെഷ്യൽ ആംപ്ലേറ്റും കൂടിയിട്ടൊരു പിടി പിടിക്കട്ടെ. ഞാൻ കഴിക്കാനേ ആദ്യം മുട്ട ആംപ്ലേറ്റ് ഇങ്ങനെ ഇപ്പൊ കഴിക്കല് നല്ല ശീലമല്ലാന്ന് അറിയാം. എന്നാലും ഞാൻ എങ്ങനെയാ ചെയ്യുന്നത് അതേപോലെ കഴിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഞാൻ അങ്ങനെ മറിച്ചൊന്നും പിടിക്കുന്ന ആളല്ല കഴിച്ചത്, അതുകൊണ്ടാണ് ഫോൺ അവിടെ മറിച്ചത്. ഞാൻ ഇങ്ങനെ തന്നെ കഴിക്കാം, രീതി വെക്കലില്ല. സോ മുട്ട ആംപ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് പിടിക്കാം. ഭയങ്കര ഇഷ്ടമില്ല ആ ഉള്ളിന്റെ കുറച്ച് വയറ്റന്റെ ആ ഒരു ഇതില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലപ്പാ. ഇഷ്ടം സൂപ്പർ കേട്ടോ. കുട്ടി മുട്ട ഓംലേറ്റ് കൂടിയിട്ട് പിന്നെ നമ്മുടെ വറവ് അച്ചാറ് സൂപ്പർ ആയിരുന്നു. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഗ്ലാസ്സിൽ ഇങ്ങനെ മുട്ട അടിച്ച് ഉള്ളി അങ്ങനെ തന്നെ ഇട്ട് പച്ചപ്പ് വേപ്പിക്കല്ലേ വാട്ടിയിട്ട് ജസ്റ്റ് കൂട്ടാമ്പളേക്ക് ആക്കി വെക്കും. സൂപ്പറാണ്, ഒന്നും പറയണ്ട, ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അപ്പൊ ഇത്രയും ചെറിയ വ്ലോഗാണ്, എല്ലാ റെസിപ്പി ഒന്നല്ല. എന്നാലും ഇങ്ങനെ ആക്കിയിട്ട് കഴിക്കാത്തവരെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കും. അപ്പൊ ഇത്രയായാലും അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. ബൈ.